ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെയ്തെടുത്ത കുറച്ച് വാട്ടർമാർക്സ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എങ്ങനെയാണ് വാട്ടർമാർക്ക് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്കൊരു ന്യൂ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ 3000 by 1500 പിക്സൽ ഡോക്യുമെൻ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. റെസൊല്യൂഷൻ 300 ആണ്. ബാക്ക്ഗ്രൗണ്ട് ഞാൻ വൈറ്റ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ആവശ്യമില്ലെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് വിസിബിലിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുന്നത്. ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് കീബോർഡിൽ ടി എന്ന് ടൈപ്പ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് മെനുവിൽ ടി എന്ന സിമ്പിൾ കാണാം. അത് സെലക്ട് ചെയ്ത് നമുക്ക് ടെക്സ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാം. നമ്മളിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫോട്ടോഷോപ്പ് ഓട്ടോമാറ്റിക്കലി ഒരു ടെക്സ്റ്റ് ലെയർ ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് കാണാം. ഇതിലേക്ക് നമുക്കിനി ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എൻ്റെ പേരാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റ് അലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ Ctrl+A പ്രസ് ചെയ്ത് എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം മൂവ് ടൂൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിതുപോലെ ഓപ്ഷൻസ് അവൈലബിൾ ആവും. അലൈൻ ചെയ്യാനുള്ള ലെയർ സെലക്ട് ചെയ്ത് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പ്രോപ്പറായി അലൈൻ ചെയ്യാൻ പറ്റും. നമുക്കിനി ടെക്സ്റ്റ് മോഡിഫൈ ചെയ്ത് അതിൻ്റെ സൈസ് അതുപോലെ ഫോൺസ് ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ വിൻഡോസിൽ പോയിട്ട് ക്യാരക്ടർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റിൻ്റെ മെനു സെപ്പറേറ്റ് ആയിട്ട് ഓപ്പൺ ആയി വരുന്നത് കാണാം. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ടെക്സ്റ്റ് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഏത് ടെക്സ്റ്റാണോ നമുക്ക് മോഡിഫൈ ചെയ്യാനുള്ളത് ആ ടെക്സ്റ്റിൻ്റെ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ടെക്സ്റ്റിൻ്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഫോൺട്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഫോട്ടോഷോപ്പിൽ ഡിഫോൾട്ടായിട്ട് ഒരുപാട് ഫോൺട്സ് അവൈലബിൾ ആണ്. എന്നാലും ഞാൻ ഇന്ന് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫോൺട്സ് ഫോട്ടോഷോപ്പിൽ ഡിഫോൾട്ടായിട്ട് നിങ്ങൾക്ക് ലഭിക്കില്ല. അതിനായിട്ട് ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾക്കിത് ഈസിയായി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഗൂഗിളിൽ ഫ്രീ ഫോൺസ് ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് ഫോൺസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സൈറ്റ്സ് ഓപ്പണായി വരും. അതിൽ നിന്ന് നമുക്ക് ഫോൺസ് ഈസിയായി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇന്നിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 1001 ഫ്രീ ഫോൺസ് എന്ന വെബ്സൈറ്റിലെ ഫോൺസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫ്രീ ഫോർ പേഴ്സണൽ യൂസ് ആണ്. അതുപോലെ കൊമേഴ്ഷ്യൽ യൂസിന് വേണ്ടി യൂസ് ചെയ്യാനാണെങ്കിൽ അത് പർച്ചേസ് ചെയ്യേണ്ടി വരും. പേരിന് താഴെയായിട്ട് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞു കൊടുത്തിരുന്ന ടെക്സ്റ്റ് നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാം. അതിൻ്റെ സൈസ് അതുപോലെ ലെറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. മൂവ് ടൂൾ ഉപയോഗിച്ച് നമുക്കൊന്ന് അലൈൻ ചെയ്തെടുക്കാം. ഇവിടെ ബോൾഡ് ലെറ്റേഴ്സാണുള്ളത്. ബോൾഡ് മാറ്റി നോർമൽ ലെറ്റേഴ്സിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, നമ്മുടെ വാട്ടർമാർക്സ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് ലെയർ ഒന്ന് നമുക്ക് റാസ്റ്ററൈസ് ചെയ്തിട്ട് ഒബ്ജക്റ്റ് ലെയർ ആക്കി മാറ്റാം. അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റാസ്റ്ററൈസ് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. 2 ലെയർ നമുക്കിനി റാസ്റ്ററൈസ് ചെയ്തിട്ട് ഒബ്ജക്റ്റ് ലെയർ ആക്കി മാറ്റാം. നമുക്ക് ഈ 2 ലെയറും ഒരു ലെയർ ആക്കി മാറ്റാം. കൺട്രോൾ ഹോൾഡ് ചെയ്ത് 2 ലെയറും സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+E പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ സിംഗിൾ ലെയറായി മാറും. ഇനി ബാക്ക്ഗ്രൗണ്ട് ഹൈഡ് ചെയ്താൽ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആയി മാറുന്നത് കാണാം. നമ്മുടെ വാട്ടർമാർക്ക് റെഡിയായി കഴിഞ്ഞു. ഇതിന് ക്രോപ്പ് ചെയ്ത് സേവ് ചെയ്താൽ മതി. പക്ഷേ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആകാൻ കുറച്ച് ക്ലിപ്പ് ആർട്സ് നമുക്ക് ഈ വാട്ടർമാർക്കിലോട്ട് ആഡ് ചെയ്യാം. ഈ ക്ലിപ്പ് ആർട്സൊക്കെ ഗൂഗിളിൽ നിന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്തതാണ്. നമുക്കിത് ഫോട്ടോഷോപ്പിലേക്ക് ആഡ് ചെയ്യാം. ഒരു പുതിയ ലെയറിലോട്ടാണ് ഈ ക്ലിപ്പ് ആർട്സ് ആഡ് ആവുന്നത്. ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിട്ടാണുള്ളത്. ഇനി നമുക്കൊന്ന് ആദ്യം അതിനെ റീസൈസ് ചെയ്ത് വെക്കാം. ഓക്കെ, ബാക്കിയുള്ള ലെയേഴ്സൊക്കെ ഹൈഡ് ചെയ്യുമ്പോൾ ക്ലിപ്പ് ആർട്സിൻ്റെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വിസിബിളാണ്. അതെങ്ങനെ നമുക്കിനി ഈസിയായി റിമൂവ് ചെയ്യാം. ക്ലിപ്പ് ആർട്ട് ലെയർ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ബ്ലെൻഡിങ് ഓപ്ഷൻ നമുക്ക് ലഭിക്കും. നമുക്കിനി ഇതിൻ്റെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. അതിനായിട്ട് കറണ്ട് ലെയറിലെ ഈ സ്ലൈഡേഴ്സ് വൈറ്റിൽ നിന്ന് ഡാർക്കിലോട്ടേക്ക് സ്ലൈഡ് ചെയ്താൽ നമുക്ക് വൈറ്റ് പോർഷൻ റിമൂവ് ആയി പോകുന്നത് കാണാം. കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് നമുക്ക് നോക്കാം. ബ്ലെൻഡിങ് ഓപ്ഷൻ സെലക്ട് ചെയ്തു. അതിനുശേഷം കറണ്ട് ലെയറിൽ വൈറ്റ് പോർഷനിലെ സ്ലൈഡർ ചെറുതായിട്ട് സ്ലൈഡ് ചെയ്യുമ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള രീതിയിൽ എഡ്ജസ് ഒക്കെ പ്രോപ്പർ ആണെങ്കിൽ ഹിറ്റ് ഓക്കെ. നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് നമുക്കിതുപോലെ പല രീതിയിൽ വാട്ടർമാർക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇതൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ട്
പ്രോപ്പറായിട്ട് വെക്കാം. അതുപോലെ ഇതിൻ്റെ സൈസ് നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ Ctrl+T ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇതുപോലെ നമുക്ക് സെലക്ഷൻ അവൈലബിൾ ആകും. അത് നമുക്ക് അതിൻ്റെ സൈസ്, അതുപോലെ അത് റൊട്ടേറ്റ് ചെയ്യാം, അതുപോലെ അതിൻ്റെ ആംഗിൾ എല്ലാം നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. Ctrl+T അടിച്ച് നമുക്കിതുപോലെ സെലക്ട് ചെയ്താൽ മതി. നമ്മുടെ വാട്ടർ മാർക്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ അലൈൻമെൻറ്റൊക്കെ പ്രോപ്പർ ആയതിനു ശേഷം നമുക്ക് ഈ വാട്ടർ മാർക്ക് ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കാം. അതിന് ക്രോപ്പ് ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കാം. ക്രോപ്പ് ചെയ്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് ഹൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വാട്ടർ മാർക്ക് റെഡി. ഇനി നമുക്ക് ഫയലിൽ പോയിട്ട് അത് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ആസ് PNG ആണ് സെലക്ട് ചെയ്യേണ്ടത്. JPEG ഉണ്ട്, നമുക്ക് PNG ആണ് ആവശ്യം. എക്സ്പോർട്ട് ചെയ്യുന്നത് PNG ഫയലാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ അത് സേവ് ചെയ്ത് വെക്കാം. നമ്മുടെ വാട്ടർ മാർക്ക് ബ്ലാക്ക് കളറാണ്. ഇനി അത് വൈറ്റിലോട്ട് എങ്ങനെ മാറ്റാം? അത് വളരെ സിമ്പിളാണ്. അതിനായി Ctrl+I പ്രസ് ചെയ്താൽ മതി. I പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലാക്ക് മാറി വൈറ്റ് ആവുന്നത് കാണാം. ഓക്കെ, നമുക്കിതിന് സേവ് ചെയ്യാം. നമ്മുടെ വൈറ്റ് വാട്ടർ മാർക്കും നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കളർ വേറെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മാജിക് വൺ ടൂൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ വാട്ടർ മാർക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഏത് കളറാണോ ആവശ്യം ആ കളർ സെലക്ട് ചെയ്തതിന് ശേഷം Alt+Backspace പ്രസ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഏത് കളറാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ കളറിലോട്ടേക്ക് നമ്മുടെ വാട്ടർ മാർക്ക് ചേഞ്ച് ആവുന്നത് കാണാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ ചേഞ്ച് ചെയ്താൽ മതി. വാട്ടർ മാർക്ക് ഞാൻ എല്ലാം സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങനെ ഈ വാട്ടർ മാർക്സ് നമ്മുടെ ഫോട്ടോയിലേക്ക് ആഡ് ചെയ്യാമെന്ന് നോക്കാം. ഫോട്ടോഷോപ്പിൽ നമുക്കൊരു ഫോട്ടോ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമ്മൾ എവിടെയാണ് വാട്ടർ മാർക്ക് സേവ് ചെയ്തിരിക്കുന്നത് ആ ഫോൾഡർ ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ ഒരു ന്യൂ ലെയറിലേക്ക് നമ്മുടെ വാട്ടർ മാർക്ക് ആഡ് ആകും. അതിനുശേഷം നമുക്കത് ആവശ്യാനുസരണം റീസൈസ് ചെയ്യാം. റീസൈസ് ചെയ്തതിന് ശേഷം ഇനി നമുക്കതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കാം. ലെയർ, നമ്മുടെ വാട്ടർ മാർക്ക് ലെയർ സെലക്ട് ചെയ്യണം. അതിനുശേഷം ലെയറിൻ്റെ ഒപ്പാസിറ്റി നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ നമുക്കവിടെ വിസിബിളാണ്. അതിൻ്റെ വിസിബിലിറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഫോട്ടോയിൽ എവിടെ വേണമെങ്കിലും വാട്ടർ മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഫോട്ടോ JPG ആയിട്ട് സേവ് ചെയ്യാം. ഓക്കെ, നമ്മൾ JPG ആയി സേവ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ചെയ്ത വാട്ടർ മാർക്കാണ് ഇപ്പോൾ ഈ ഫോട്ടോൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വാട്ടർ മാർക്ക് ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് വേണ്ടി നമ്മൾ പെട്ടെന്ന് ചെയ്ത് എടുത്തൊരു വാട്ടർ മാർക്കാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് ക്രിയേറ്റീവായി ചിന്തിച്ചാൽ നിങ്ങൾക്കും ഈസി ആയിട്ട് ഇതുപോലെ വാട്ടർ മാർക്ക് ഉണ്ടാക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നമസ്കാരം.